ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ മോനെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ കുറച്ച് കോവയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു. ഇന്ന് അതെടുത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി വെള്ളത്തിട്ടേക്കാണ്. പിന്നെ ഇനി അടുത്ത് എന്താ വെക്കേണ്ടത് ഇങ്ങനെ ആലോചിച്ചപ്പം നമ്മുടെ പച്ചക്കറി തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതോടെ നോക്കാം. അപ്പോൾ ഇതാകണ്ടേ ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതായത് വെണ്ടയ്ക്ക ഉണ്ട്. അപ്പോൾ അതിൻ്റെ 2 വെണ്ടയ്ക്ക നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കുഴപ്പമില്ല, കട്ട് ചെയ്തതായി. പക്ഷേ ഇത് ചെറുതാണ്, എന്നാലും തൽക്കാലത്തേന് ഞാനിതങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ വെണ്ടയ്ക്കകത്ത് നല്ല നീളമുള്ള നല്ല 3 വെണ്ടയ്ക്ക കിട്ടി. അപ്പോൾ അതിൻ്റെ കൂടെ സവാളയും കൂടി ഇട്ട് നമുക്കൊരു ചെറിയൊരു മെഴുക്കുവരട്ടി പോലെ വെക്കാമെന്ന് വിചാരിച്ചു. ഒരു എടുത്തിട്ടും കഴിക്കാറുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കാന്താരി മുളക് ഞാൻ നേരത്തെ ഷോർട്ട്സ് ഇട്ടിട്ടായിരുന്നു, അത് ഞാൻ സൂക്ഷിച്ച് വെച്ചതാണ്. ഇപ്പോൾ ഞാൻ പച്ചമുളക് ഇപ്പോഴത്തേന് വെച്ചിട്ടില്ല, ഉണ്ട്. പക്ഷേ എന്നാലും ഇപ്പോൾ കാന്താരിപ്പഴമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. കാരണം ഇത് ഇരുന്ന് കഴിഞ്ഞാൽ പഴുത്തു പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാന്താരി മുളക് നമുക്ക് ഇതിനോട്ട് എടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വാഷ് ചെയ്ത് നമുക്കെടുക്കാം. ഓക്കെ. പിന്നെ ഇതൊരു തോരന് ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുക്കുന്നത്. കാന്താരി നല്ല മെഡിസിനൽ വാല്യൂ ഉള്ളത്. അപ്പോൾ പ്രഷറൊക്കെ ഉള്ളവർക്ക് നല്ലതായിരിക്കും കാന്താരി യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓക്കെ. എന്ന് പറഞ്ഞു ഡെയിലി കാന്താരി മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. പലപ്പോഴും കാന്താരി മുളക്, ഇപ്പോൾ കാന്താരി മുളക് ഇരുന്നുകൊണ്ട് ഞാൻ കാന്താരി മുളക് യൂസ് ചെയ്യുന്നു. പച്ചമുളകും മാറി തിരിഞ്ഞൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ എനിക്ക് എരി ഇഷ്ടമുണ്ടാണ് ഞാൻ കൂടുതൽ എരി എടുക്കുന്നത്. അപ്പോൾ എരി ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് തോരനായിട്ടാണ്, മെഴുക്കുവരട്ടിയിട്ട് വെക്കാൻ ഇതിപ്പോൾ ഞാൻ തോരനായിട്ട് യൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതിന് സവാള അരിയും, പക്ഷേ ഇന്നിപ്പോൾ ഞാൻ സവാള അരിയുന്നില്ല. മുളകും കോവയ്ക്ക മാത്രമായിട്ട് തേങ്ങ തിരുവിയിട്ട് മാത്രമായിട്ട് തോരൻ വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്ത് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകൾ വരുന്നത് ഞാൻ എപ്പോഴും കളയത്തില്ല. ചിലപ്പോൾ പറമ്പിലോട്ടൊക്കെ ആയിരുന്നു നേരത്തെ ഞാൻ എടുത്തിരുന്നത്. ഇപ്പം ഞാൻ അങ്ങനെയല്ല. പച്ചക്കറിയുടെ എന്ത് വേസ്റ്റ് വന്നാലും ഇതുപോലെയുള്ള പഴയ ചെടിച്ചട്ടികളൊക്കെ വീട്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഞാൻ ഇതേപോലെ ഇങ്ങനെ ഡിപ്പ് ചെയ്യും. അപ്പോൾ കുറേ ദിവസം ആകുമ്പോഴത്തേന് ഇത് ഏകദേശം ഒരു 3/4 ഭാഗത്തോളം ആവും. അപ്പോൾ 3/4 ഭാഗത്തോളം ആയി കഴിയുമ്പോഴത്തേന് ഞാൻ കുറച്ച് മേൽഭാഗം മാത്രം കുറച്ച് മണ്ണിട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തെങ്കിലും പച്ചക്കറിയുടെ വിത്തുകൾ നടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാനങ്ങനെയാണ് എൻ്റെ പച്ചമുളക്, അതുപോലെ തന്നെ പാവൽ, ഇതൊക്കെ ഞാൻ നട്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് വീട്ടാവശ്യത്തിനുള്ളത് പച്ചക്കറികൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാമ്പോൾ വേസ്റ്റ് ഒരിക്കലും പറമ്പിലൊന്നും കിടക്കത്തുമില്ല. ഓക്കെ. അപ്പോൾ നമുക്കിത് സവാള ഉള്ളിയുടെ കളഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഓക്കെ. വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും വലിയ എനിക്കൊരു പണിയാണ്. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കമ്പിളി എടുത്ത് കഴുകിയിട്ടേ ഭയങ്കര ഭാരമായിട്ട് അത് കഴുകുന്നത് ഞാൻ വീഡിയോ നേരത്തെ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ ഞാനൊരു ലിങ്ക് ഇട്ടേക്കാം. ഓക്കെ. അപ്പോൾ ഇതിപ്പം രാവിലെ ചാറ്റമഴ കണ്ടിട്ട് ഞാനിത് തിരിച്ചിട്ട് ഇതിപ്പോൾ ഇതാണ് നല്ല സൂപ്പർ വെയിൽ. ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും വെയിലത്തുണ്ടോ. ഡെയിലിയുള്ള തുണി വഴിയിട്ട് കഴിഞ്ഞാൽ എനിക്കുള്ള പരിപാടിയാണ്. കൊണ്ടുപോയി തൂത്തിടുക, തിരിച്ചിടുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ.
ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മെഴുക്കുവരട്ടിക്കാണ്. അപ്പോൾ ഞാൻ പല രീതി വട്ടത്തിൽ അരിയും. ഇപ്പം ഞാൻ ഇച്ചിരി അതാണ്ട് ഈ ഒരു സ്റ്റൈലിലാണ് അരിഞ്ഞിരിക്കുന്നത്. സവാളയും പിന്നെ കാന്താരിമുളകും. പിന്നെ അതാണ്ട് കോവയ്ക്ക് ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക. ഇത് ഇച്ചിരി ടഫുള്ള ടാസ്ക്കാണ്, ഇച്ചിരി സമയം എടുക്കുന്ന പരിപാടിയാണിത്. അത് ഫിനിഷ് ചെയ്തിട്ട് നമ്മുടെ വെണ്ടയ്ക്കായിട്ട് ായിട്ടുണ്ട്. സമയത്ത് മേടിക്കായിട്ടാണ് ഇത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടെ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങാം. അതിപ്പോൾ ഒരു ഹാഫ് കുക്കായി കുറച്ച് നേരം കൂടെ വെച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ പറമ്പിൽ തന്നെ വിഷമില്ലാത്ത പച്ചക്കറി വെച്ചുണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചതും വീട്ടിൽ വെച്ചതുമായിട്ട് ഒരു കഴിച്ചു നോക്കിയെങ്കിൽ മാത്രമേ അത് ടേസ്റ്റ് വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും. അയ്യോ, അപ്പോൾ നമ്മുടെ നടുക്കാട് വറുത്ത് കഴിക്കേണ്ടത്. അപ്പോൾ ഇത് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഒന്ന് ബോയിലാവണം. അതിനുശേഷം ബോയിലായതിനു ശേഷം അതുകൊണ്ട് ഇതുപോലെ നടുഭാഗം ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളമേ ഉണ്ട്, അതുകൊണ്ട് പറ്റിയൊന്ന് ബോയിലാവണം. ശേഷം ഇതാണ്ട് അരപ്പിടുക. അരപ്പിൻ്റെ അകത്ത് ഞാൻ തേങ്ങയും മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പം ഇങ്ങനെ കാന്താരി എടുത്തതുകൊണ്ട് മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. നല്ല എരിയുള്ള കാന്താരി, അതുകൊണ്ട് ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും ചില സമയം ഞാൻ ജീരകവും ചേർക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ജീരകം ചേർക്കുന്നില്ല. ഇപ്പോൾ വെളുത്തുള്ളിയും കറിവേപ്പിലയും മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതും കൂടി ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ തോരനും റെഡിയാവും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ കോവയ്ക്ക് നമ്മുടെ ഇവിടെ വീട്ടിൽ വളർന്നല്ല, മറ്റൊരു വീട്ടിൽ പേടിച്ച് നമുക്ക് തന്നതാണ്. അപ്പോൾ അതും ഒരു വിഷമില്ലാത്ത സാധനമാണ്, കെമിക്കലൊന്നും ചേർക്കാത്ത അതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അവനവൻ്റെ വീടുകളിൽ കഴിവ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നട്ടു വളർത്താൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ പോഷക സമൃദ്ധമായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.